Assalamualaikum. Welcome to Zahrabanu Cooking and Tips. ഇന്ന് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ഞാൻ ബീഫ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബീഫ് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്നിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാണ്. ബീഫ് ആദ്യം കുക്ക് ചെയ്താണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബീഫ് ജസ്റ്റ് അത് ലൈറ്റായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റുള്ള ചേരുവകൾ നോക്കാം. ഇങ്ങനെ ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും എല്ലാം അരിഞ്ഞു വെച്ചതാണ്. ഇതൊന്ന് ആ ഓയിലിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് ഇതിലിട്ട് വഴറ്റിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ ഉള്ളിയൊന്നും കൂടുതലൊന്നും വേവണ്ട കേട്ടോ. അത് ജസ്റ്റ് ഒന്നുകൊണ്ട് ആ ചൂടൊന്ന് തട്ടിയിട്ടൊന്നുണ്ട് ഒരു ജസ്റ്റ് കളറൊന്നുകൊണ്ട് മാറി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ഒന്നിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. അതുകൊണ്ടോ ഇതുപോലൊരു കളറായിരിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ക്യാബേജാണ്. ഞാനിതിൽ തക്കാളി ഒന്നും യൂസ് ചെയ്യുന്നില്ല. തക്കാളിയുടെ ആവശ്യം ഇതിലില്ല, അതിനകത്ത് വേണ്ട. അപ്പോൾ നമുക്കിതിൽ ക്യാബേജ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ബീഫാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബീഫ് ഇല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതുള്ളൂ. ഏതാണെങ്കിലും പ്രശ്നമില്ല. അവനവനക്ക് ഇഷ്ടമുള്ളത് ഇതിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിൽ ക്യാബേജും അതുപോലെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് കുരുമുളക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ശേഷം ഗരം മസാല അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫില്ലാത്ത കൂട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ബീഫ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞതാണിത്. അപ്പോൾ ഇതൊന്ന് ബീഫ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ മാത്രം 2 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള ഈ പലഹാരത്തിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലിട്ടിട്ടുള്ളത് സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞതാണ്. അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മാവ് റെഡിയാക്കണം. മൈദ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അല്പം അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഇത് കൈ കൊണ്ട് തന്നെ നല്ലൊന്ന് യോജിപ്പിക്കണം. ഓയിൽ ഈ
മൈദ ഫ്ലോറുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ഏത് പൊരി ഉണ്ടാക്കുമ്പോഴും ആ പൊരി ഒരു സ്റ്റിഫായിട്ടും ക്രിസ്പി ആയിട്ടും ലഭിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഇത് മൈദപ്പൊടിയല്ല. അപ്പോൾ മൈദ ആകുമ്പോൾ പെട്ടെന്ന് കൂടുതൽ വെള്ളം ആവശ്യമില്ല. അതിനുശേഷം ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ഒരാവശ്യത്തിന് എടുക്കുക. ഇനി ഇത് എങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കണം. ഈ ചീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചിക്കൻ വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതിന് മുകളിൽ ചീസ് ഇട്ട് കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ചീസ് ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ ഞൊറിഞ്ഞിട്ടാണ്, ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഞൊറിഞ്ഞിട്ടാണ് ഞാനിത് ഇവിടെ റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കിഴിയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കിഴി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആ രൂപത്തിലിരിക്കുന്നത്. ഒരു കിഴി പോലെയാണ് ഇതിരിക്കുക. നമുക്കത് ബീഫ് കിഴി എന്ന് വിളിക്കാം. ഇത് ചിക്കൻ കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കിഴി എന്ന് വിളിക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ വട്ടത്തിൽ പരത്തിയിട്ട് ആവശ്യത്തിന് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരറ്റം പിടിച്ചിട്ട് ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചീസ് മറക്കരുത്. ചീസ് നല്ലൊരു ഫ്ലേവർ നൽകുന്നുണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെ മടക്കി കൊടുക്കണം. ഞൊറിയെടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ചുറ്റും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യട്ടോ. ആദ്യത്തെ ഒന്ന് ചെയ്യുമ്പോൾ കുറച്ചൊരു ചെറിയൊരു പ്രയാസം തോന്നും, പക്ഷെ അത് സിമ്പിളാണ് ചെയ്യാൻ. അതിനുശേഷം ഇതൊന്ന് പിരിച്ചു കൊടുക്കുക. എന്നാൽ അവിടുന്ന് വിട്ടു പോവുകയില്ല. എന്താ കണ്ടോ, ശരിക്കും ഒരു കിഴി പോലെ ഇരിക്കുന്നുണ്ട്. ഞൊറികളൊക്കെ നല്ല പോലെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3 എണ്ണമൊക്കെ ഇതുപോലെ ഒരു പാനിലാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൈദയാണ് മാവ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ഫ്ലെയിം ഒരിക്കലും ഹൈയിൽ ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. കാരണം മൈദ പെട്ടെന്ന് കുക്കാവും ഓയിലിട്ട് കൊടുത്താൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ഒരെണ്ണം തന്നെ മതി ഒരാൾക്ക്, കൂടുതലൊന്നും വേണ്ടി വരില്ല. 1 2 തന്നെ ഇത് കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആണ്. ഇനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്പം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കളറിലാണ് നമുക്കത് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്രൈങ്. അതൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ഫ്രൈങ് ആണ്. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഇതുപോലെ ഒരു ഗോൾഡൻ കളറാണ് വേണ്ടത്. പക്ഷേ ഇതൊരല്പം കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്സ്. ഇത് നമുക്ക് ബീഫ് കിഴി എന്ന് വിളിക്കാം. ബീഫ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കിഴി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കിഴി എന്ന് വിളിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.